ഹലോ ഗൈസ്, കാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇൻട്രോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടാൻ ഒട്ടും ചാൻസ് ഉണ്ടല്ല, കാരണം എനിക്കിഷ്ടപ്പെട്ടില്ല, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒട്ടും തോന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഹോം ടൂർ പോലെ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, വലിയ സെറ്റപ്പൊന്നുമില്ല കാണിക്കാനായിട്ട്. പിന്നെ ഉള്ളത് എൻ്റെ വീടിനെ പരിസരത്ത് കുറേ ചെടിയുണ്ട്. അമ്മ കുറേ ചെടിയും സാധനമൊക്കെ കാണിച്ചിട്ട്, അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് എടാ ഇത് കാണിക്കും അത് കാണിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചുതരാം എല്ലാ പരിപാടിയും. അപ്പോൾ തുടങ്ങല്ലേ നമുക്ക്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നിറച്ചിങ്ങനെ ചെടി ഇങ്ങനെ പൂത്തിറങ്ങണേ. ചെടികളിലേക്ക് ഞാൻ പതിയെ വരാം. അതിനുമ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളൊക്കെ കാണിച്ചുതരാം. അപ്പോൾ എൻ്റെ വീട് 2004 പണി കഴിഞ്ഞത്. ഈ വീടിൻ്റെ പെരാസിൽ ഇതുവരെ നടത്തിയിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല, ചെടി ചോദിക്കേണ്ടി വരും അതിനെപ്പറ്റി. ഇങ്ങനെയാണ് വീടിൻ്റെ അകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ വീട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴയ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ വെക്കും, മാറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ടേബിൾ മേടിച്ച്, ഇല്ലാതെ പുതിയ ടേബിളാണ്. അത് മേടിച്ചപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, പഴയത് എങ്ങോട്ടെങ്കിലും മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ ആർക്കും കൊടുക്കുന്ന വെച്ചാൽ അതില്ല. ഞങ്ങളുടെ വീട്ടിൽ 2 ടേബിൾ വേണം. അമ്മയുടെ ഓരോരോ പരിഷ്കാരങ്ങൾ കണ്ട, ഇതിവിടെ തന്നെ അങ്ങനെ കിടക്കണം. എന്തിനും ഇതിവിടെ ഇട്ടേക്കണം എനിക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ അതവിടെ പുതിയത് മേടിച്ചിട്ടേക്കണ്. പിന്നെ ഞങ്ങളുടെ പഴയ TV ഒണിറ്റയുടെ TV ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾ ചെറുപ്പം പോലും ഞങ്ങൾ കുഞ്ഞിലേ മുതൽ ഈ സാധനത്തിലാണ് കണ്ടു വളർന്നത്. ഇതടിച്ചു പോയിട്ട് ഏകദേശം 4 വർഷം കണ്ടു, 3 വർഷമായിട്ടുള്ളൂ ഇത് മേടിച്ച്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സെറ്റ് എന്താ പറയുക. പിന്നെ ഈ പുതിയ കസേര 3 എണ്ണം. ഇവിടെ കസേര കിടപ്പുണ്ട്. ആകെ ഈ പെരയിൽ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഇപ്പോൾ ഇവിടെ എത്ര കസേരപ്പുണ്ട്? 1 2 3 കസേരപ്പില്ലേ. പിന്നെ ആരെങ്കിലും വരാൻ നേരത്ത് 2 3 കസേര കൂടുതൽ എന്നുള്ള സെറ്റപ്പല്ലേ. ഇവിടെ 3 കസേര, അവിടെ 3 കസേര, ഇവിടെ ഒരു കസേര, ഇവിടെ ഒരു കസേര, ഇവിടെ കസേര ഇവിടെ ഒരു കസേര. ഇതിന് മാത്രം കസേരയാണ് ഈ പെരയുടെ അകത്ത്. എന്തായി സംഭവിക്കണമെന്ന് എനിക്കൊരു വിടത്തില്ല. എന്നാൽ ഇത് ഹാളാണ്. ഹാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ മുറിയായിരുന്നു. പിന്നെ ഇത് അച്ഛനമ്മയൊക്കെ എടുത്തു. അവർ ഇത് കയ്യേറി. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ കയ്യേറി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി കിടന്നു വെച്ച മുറി. ഇപ്പോൾ അനിയൻ ഇവിടെ ഇല്ലാത്ത പക്ഷം ഇതാണ് ഇപ്പോഴത്തെ ഞാൻ കിടന്ന് ഉറങ്ങി സുഖിക്കുന്നത്. ഇവിടെ ഉണ്ടാകാറില്ല ഞാൻ മെയിനായിട്ട്. അതാണ് ഇത്ര മെനക്ക് കിടക്കണം, മനസ്സിലായ. ഇവിടെ ഞാനുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും കിടക്കണം. ഇവിടെ ഞാനില്ലാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും മെനക്ക് കിടക്കണം. ഞാൻ കിടക്കുന്നിട ഇപ്പം ഞാൻ ഇവിടെയല്ല കിടക്കണം. ഇപ്പോൾ ഞാൻ ഈ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലിട്ടിട്ട് ഇവിടെ ഞാൻ കിടക്കണം. കണ്ട ഞാൻ കിടക്കുന്ന സ്ഥലത്തൊക്കെ എന്താ മനോഹരമായ സ്ഥലം അല്ലേ അമ്മ? അമ്മ അവിടെ തൂക്കാൻ വേണ്ടി ചൂലടിക്കുക തോന്നുന്നുണ്ട്. ഇതാണ് ഞാൻ കിടക്കുന്ന സ്ഥലം. ഞാൻ കിടക്കുന്നിടത്തൊക്കെ ഭയങ്കര എനിക്ക് ഇതൊക്കെ ശരിയാക്കിടണമെന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കും ആലോചിക്കും. എന്നിട്ട് ആലോചിച്ച് കഴിയുമ്പോൾ പിന്നെ വേണ്ടെന്ന് അതിനകത്ത് എന്തോ ഒരു മാറ്റം വന്നുള്ളൂ. എനിക്ക് ഈ മാറ്റങ്ങൾ അത്ര ഇഷ്ടമല്ല. മാറ്റങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനത്തെ മാറ്റങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. പിന്നെ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ അടുക്കള കൊണ്ടിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്പേസ് ഉള്ള ഒരു അടുക്കള കൊണ്ട്. ഇതാണ് അടുക്കള കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് വേറൊരു അടുക്കള. ശരിക്കും പറഞ്ഞില്ലേ, ഇത് അടുക്കള അല്ലായിരുന്നു. ഇത് അവിടെ കുളിമുറിയും ഇത് ബാത്റൂം ആക്കിയാണ് അത്. പിന്നെ ഈ മറ്റേ എന്താ പറയണ എന്തോ സാധനങ്ങൾ ഈ പെരയുടെ അമ്മച്ചേ ഈ സ്ഥലങ്ങൾ നോക്കി മറ്റേ ഇതൊക്കെ പറഞ്ഞ പേരാ. ഇവിടെ ഇതായിരുന്നല്ലേ ഇരുന്ന് വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതല്ല, ഈ മറ്റേ ഗ്രഹിച്ച് പറയണവന്മാരുടെ പേരെന്താ? കണിയാന്മാരെ. ഈ കണിയാന്മാര് ആഴ്ച ഓരോ സാധനമൊക്കെ പറഞ്ഞ. ഇവിടെ ഇത് വേണ്ട, അത് അവിടെ പണി. പിന്നെ ഈ പണിക്കുമ്മ അതെ ഈ വീടിന്റെ ഇതൊക്കെ നോക്കി പറഞ്ഞല്ലേ സ്ഥാനം. ഓരോരോ സ്ഥാനങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഇത് വെക്ക്, ഇവിടെ അത് വെക്ക്, ഇതൊക്കെ തലയെ വെക്ക് എന്നൊക്കെ പറയും. എന്നിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഒരു മൂഡിലെ ഇവന്മാർ പറഞ്ഞ ഈ മൂഡ് കൊള്ളാം. കുറച്ച് കഴിയുമ്പോൾ ഇവന്മാരെ പ്ലാൻ പറഞ്ഞു അല്ലേ. അത് ശരിയായില്ല, ഇത് വേണ്ട, ഇത് ഉണക്കാതെ ഇവന്മാർ അച്ഛൻ ഉണ്ടാക്കി വെച്ചേക്കണം പൈസ അല്ലേ. പിന്നെ ഇവിടെയാണ് അടുക്കള വരേണ്ടത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവിടെ കക്കൂസ് പണിയാൻ പറഞ്ഞ കണിയാൻ. ആ കണിയാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അല്ലേ അതിന് തല്ലിക്കൊന്നു. ഞങ്ങളാണ് കക്കൂസ് പൊളിച്ച് മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണ്ടായില്ല, മനസ്സിലായ.
ഇത് ജസ്റ്റ് ഇവിടെ പണിതിട്ടിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ കിടന്നേച്ചി. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടന്നേച്ചി. ആ ഇങ്ങനെ തന്നെ വെറുതെ കിടന്നേച്ചി. എന്നിട്ട് കാണിച്ചറിയാ ഇവിടെ ടാങ്ക് കിടപ്പുണ്ടായിരുന്നു. അതെന്തേ ഈ ടാങ്ക് ഇത് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഭാഗമായിട്ട് വെച്ചാണേ. ഇതിന്റെ ഭാഗമായിട്ട് വെച്ചതാ. എന്നിട്ട് ഇവന്മാരത് ഓരോ പ്ലാൻ മാറ്റി പറഞ്ഞ സമയത്ത് ഇത് അങ്ങനെ തന്നെ കിടന്ന്. ഇതാണെങ്കിൽ ഇവിടുന്ന് ഈ ഭിത്തിയില്ലേ, ഈ ഭിത്തിന്ന് അങ്ങേറ്റം വരെ കുളിമുറി കക്കുസൂടിയായിരുന്നു. ഇവിടുന്ന് അവിടം വരെ അവിടം വരെ അങ്ങോട്ട് പണിത് വെച്ച്. ഇവിടുന്ന് അവിടം വരെ ഉണ്ടായിരുന്നു. ഇവിടം വരെ കുളിമുറി. ഇവിടുന്ന് ഇത്രയും കക്കൂസ് അത്ര എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്ര നീളത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അത് പൊളിച്ചെറിഞ്ഞില്ലേ? ഞാനിപ്പോഴും ഓർക്കണ്ടു കുളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലേ, ഇവിടെ ഒരു ഇതുണ്ടായിരുന്നേ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് അവിടെ നിന്ന് ഒരു അപ്പുറത്തേക്ക് മാത്രം ഉണ്ട്. ഇതൊക്കെ കുത്തിപ്പൊളിച്ച് കാണണം ചെറുപ്പത്തില്. ഇവിടെ ഭിത്തി ഇങ്ങനെ അടച്ചു കിട്ടിയേക്കല്ലേ? ഇവിടെ ആയിരുന്നല്ലേ ഭിത്തി അടച്ചു കിട്ടിയല്ലേ? ഇതായിരുന്നു കേട്ടോ. സോറി, അവിടെ അതെന്താന്നറിയോ, ഇവിടെ നിന്ന് പൊളിച്ചു കഴിഞ്ഞ അപ്പുറത്ത് ചെന്നപ്പോഴാണ് അത് കണ്ടത്. മനസ്സിലായോ? ഇപ്പുറത്തൊരു ഭിത്തി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഭിത്തി ഇല്ലേ, അപ്പുറത്തൊരു ഭിത്തി. അങ്ങനെയാണെന്ന് വെച്ചത് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഇരുന്ന് വെച്ച്. ഇപ്പോൾ ഈ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തായിരുന്നു. അത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുളിമുറിയും ഇതായിരുന്നു. ഇപ്പം ഇതാണ് പുറത്തടുക്കള. ഇത് പുകയെടുപ്പാണ്. അമ്മ ഇത് പുകയെടുപ്പല്ലേ അമ്മേ? പറഞ്ഞാൽ ഇതിൽ നിന്ന് പുക പുറത്താട്ട് വരില്ലെന്നാണോ? ഇവിടെ നിന്ന് വരത്തില്ലല്ലോ പുക. ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ നല്ല തീ വെച്ചിട്ട് കാണിച്ചപ്പോഴല്ലോ ഞാൻ പറഞ്ഞു. അയ്യോ, എന്നിട്ട് എന്തിനാണിത് കഞ്ഞി നോക്കാൻ പോണേ? ഇവിടെ ഒരുപാട് പരസ്യം കൊടുക്കണ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. മനസ്സിലായ? ആലുവാട് അമ്മക്കെന്താ വയ്യ ഇതല്ലേ? ചിലരുടെ ഒക്കെ അടുപ്പം തീ കച്ചത്തി കത്തികയില, ചൂടില്ലാത്ത അടുപ്പ്, അല്ലെങ്കിൽ വലിയ ഇവിടെ വീട്ടിൽ വെച്ചാൽ അടുപ്പാണ്. രണ്ടടപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയല പക്ഷെ നമ്മുടെ ഈ ഒറ്റ അടുപ്പിളെങ്കിൽ നല്ല അടിപൊളി സാധനം. ഗ്യാസിനേക്കാളും സൂപ്പർ. ഇപ്പൊ ഈ അടുപ്പിന്റെ കാര്യം ഇവിടെ പറയണ കാര്യം, തീ പിടിച്ചു കഴിഞ്ഞു അടുപ്പിന്റെ കാര്യം പറയണ കാര്യം നീ എന്തിനു തീർത്തു? ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അടുപ്പിവിടെ പരസ്യം കൊടുക്കാൻ പറ്റില്ലേ? അടുപ്പിന്റെ പരസ്യം കൊടുക്കാനല്ല ഞാൻ വീട് എടുക്കണത്. ഇത് എന്റെ വീട് കാണിക്കണം. അടുപ്പ് ഇതിനകത്ത് എങ്ങനെ? ഇതിപ്പോ ഞാൻ എന്റെ വീട് മൊത്തം പറഞ്ഞിട്ട് ഇതിന് അടുപ്പിനാണല്ല കൂടുതൽ വാക്യം വന്നത്. ഇതിനെപ്പറ്റി ഇപ്പൊ ഒരു എസ് എഴുതിയല്ല. പിന്നെ നമ്മളെ വെക്കണ ആൾക്കാർ അടുപ്പിലാക്കും. പോച്ച ഇത് എൻ്റെ സുഹൃത്തും സഹപാഠിയായ പോച്ച. എന്താണ് പറയാനുള്ളത്? വാ വാ. ഇവനെ ഒരു 3 വർഷം അമ്മ പോച്ചനെ മേടിച്ചിട്ട് 2022 ഞാൻ ഇവനെ മേടിക്കണല്ലടാ. ഞാനിവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മറന്നുപോയി. ആ പട്ടി ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടിട്ട് കുറേ എണ്ണമൊക്കെ ആരാണ്ടൊക്കെ എടുത്തിട്ട് പോയി. ഇവരിപ്പോഴും കൊണ്ടേ കളയണം. അങ്ങനെ സെറ്റപ്പൊക്കെ എപ്പോഴും ഇത് ഇത്ര കഴിയുമ്പോൾ ഇതിങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്ത് എനിക്കൊരു പട്ടീനെ വേണമെന്ന് എനിക്ക് തോന്നിയേ. ഈ റോട്ടിൽ കൂടി നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ കുറേ കുഞ്ഞുപട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ വളർത്തണം പറഞ്ഞു. അങ്ങനെ ഞാൻ പോച്ചാണ്ടിനെ എടുത്തിട്ടുണ്ട്. അല്ലേ പോച്ചാപ്പിയെ? അങ്ങനെ ഞങ്ങൾ പോച്ചനെ ഞാൻ എടുത്തിട്ട് വന്നു. പോച്ചനെ എടുത്തിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ പോച്ചനെ കൊണ്ടുവന്നൊരു വീഡിയോ ഉണ്ട്, പഴയൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ അതിവിടെ കിടപ്പുണ്ടത്. കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഞാൻ പോച്ചനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛനൊന്നും എടുപ്പിക്കില്ലായിരുന്നു. ആദ്യമേ അച്ഛനൊക്കെ അടുപ്പിക്കില്ലായിരുന്നു. എന്തിനെടുത്തിട്ട് വന്നു? ഇതിനൊക്കെ എന്തിനാണ് എടുത്തിട്ട് വന്നത്? അപ്പം നമ്മളെയും വേണ്ട, ആരെയും വേണ്ട, ഇതിനെ മതി. എന്താ സാറേ കുറേ കഴിയുമ്പോൾ മാറണേ ഇവർ. എന്താ പറയില്ല, അമ്മക്കും ഭയങ്കര. പക്ഷേ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവന് ഈ കൂട് കെട്ടി എനിക്ക് വീട്ടിട്ട് വളർത്താനും ഇഷ്ടം. പക്ഷേ അച്ഛനും അമ്മക്കും അത്ര അമ്മക്ക് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പുറത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഇവനകത്ത് കിടക്കാൻ കാരണം ഭയങ്കര മണമാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അതെനിക്ക് അങ്ങനെ കേൾക്കാനും വലിയ താല്പര്യമില്ല. പിന്നെ ഉള്ളത് ഇവനെ കൂട് കെട്ടിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീടിൻ്റെ ബാക്കി റെയിൽവേ ട്രാക്കാണ്. എങ്ങനെ അഴിഞ്ഞു പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി പോകും. നമുക്ക് ഭയങ്കര സങ്കടം വരും. വേറെ ഒന്നും അത്ര വിഷയമില്ല. പക്ഷേ വളർത്തലും ജീവിക്കൊക്കെ എല്ലാം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
നമ്മുടെ കിളിയോ കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഇവൻ പലവട്ടം ഓടി റെയിൽവേ കയറ്റിട്ടുണ്ട്. പലവട്ടം ഓടി എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ര ഓടി കയറിയിട്ടുണ്ട്. ഒരുപാട് വട്ടം ഓടി കയറ്റിട്ടുണ്ട്. ഇവൻ്റെ പുറകെ ഓടിപ്പോയിട്ടുണ്ട്. ഇവൻ കുഞ്ഞിൽ ഇറങ്ങി ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഓടിക്കാച്ചായിരുന്നപ്പോൾ. ഇവനൊരു 4 മാസം എപ്പോഴും ഞാൻ ഇവനെ കൊണ്ടുവന്നു. 4 മാസം ഇവനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു വയസ്സ് കഴിയണവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷം, 1 വർഷം മൊത്തമാണ് ഞാൻ പെരടാത്തിട്ടുള്ളത്. ഞാൻ ഇത്തിരിയും കൂടി വലുതായി കഴിഞ്ഞപ്പോഴാണ് കൂട്ടിക്കെറ്റിയത്. ഇത്ര നാൾ പെരടാത്ത തന്നെ ഇരുന്നത്. അത് കാരണം പുള്ളിക്ക് ഇവിടെ കിടക്കാൻ ഭയങ്കര മടിയായി. ചങ്ങലയൊക്കെ കഴുത്തി കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രശ്നം. എന്താ ചെയ്യണേ, എന്നെ എന്താ ചെയ്യണേ എന്നുള്ള സ്കീം വേണം അല്ലേ പോച്ചാൻ്റെ ദേഹണ്ട. അപ്പോൾ ഇതാണ് കുറച്ചും ഞാൻ പറഞ്ഞില്ലേ ഒരു ടാങ്ക് ഇങ്ങോട്ട് കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ ആ ടാങ്ക് ഇതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് ഗിഫ്റ്റ് വളർത്തണം. ഗിഫ്റ്റ് മീനൊക്കെ ഉണ്ട് അതിനകത്ത്. ഇനിയാണ് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റുള്ള പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നേരത്തെ ഈ വെള്ളം മണ്ണ് അങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മൊത്തം കാട് പിടിച്ച്, ആ വഴി മൊത്തം കാട് പിടിച്ച്, അത് പോട്ടെ. ഇപ്പോൾ ഈ വീട് മൊത്തം കാട് പിടിച്ച്. അമ്മച്ചി കം ഹിയർ, ഓരോ ചെടി പറഞ്ഞു തരൂ, പരിചയപ്പെടുത്തി തരൂ. ഇതിന് എക്സ്പെർട്ടായിട്ടുള്ള ആളാണ് വരുന്നത്. ഈ സാധനം മൊത്തം പിടിപ്പിച്ചാണ്. ഈ വീട് കാടാക്കിയത് എൻ്റെ അമ്മയാണ്. ഇനി ഇത് പറഞ്ഞോ കമോ. ഇതെന്ത് ചെടിയാണ്? എത്ര മാസം എത്ര വർഷമായി? ഇതാണ് മുള്ളാത്ത. ഇത് മുള്ളാത്തയാണല്ലേ. ഇതിനകത്ത് സാധനം ഇപ്പം ഉണ്ടാമേ. ഇത് ഇപ്രാവശ്യം ഒരു 8 കായോളം വന്നു. പക്ഷെ അത് ഈ മഴ നല്ല കാറ്റ് മഴയപ്പോഴേക്കും ഇതെല്ലാം പഴുക്കാറായി തരണം. അപ്പോഴേക്കും കാറ്റത്താൽ ചാഴ വീണു ഇല്ല ചതഞ്ഞു പോയാ എൻ്റെ കൊതിയ. പഴുത്ത് ഞാൻ ആ സമയത്ത് കൊതിയിട്ടത് പഴുത്തിട്ട് എടുക്കാന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ കാറ്റ് മഴയും വന്ന് പോയി. അയ്യോട്ടാ ചെറുതല്ലേ, ചെറു കിടക്കും. ഇത്ര നേരം ബലം പിടിച്ചാളായത് കണ്ടപ്പോ നിനക്ക് ഭാഗ്യം കേട്ടോ. പിന്നെ ആണോ അതിനകത്ത് വരുന്നുണ്ടാമേ? ആ കായാണ്, ചെറിയ കായൊക്കെ. അപ്പൊ ഇതിനകത്ത് വേറെ എവിടെയും കാണും, നിങ്ങൾ നോക്കാഞ്ഞിട്ടായിരിക്കും. ഇത് പുതിയ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചാൽ മതി. എനിക്ക് മറ്റേ ബലം പിടുത്തം എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായ? ഇതില്ലേ ഇതിന് പേരുണ്ടായിരുന്നേ കൃഷ്ണൻ പണ്ട് മറ്റേ അതിന്റെ മേളിൽ കയറി ഇരുന്നിട്ടാണ് അല്ലേ കടമ്പ. ഈ കടമ്പയുടെ താഴെ ഒരു സ്ലാബ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ നേരത്തെ ചെറുപ്പത്തിൽ കുളിച്ചിട്ടെന്ന് വെച്ചാൽ അല്ലേ. അങ്ങനെയൊക്കെ പറയും. എപ്പോഴേലും ഒരു രസമുള്ളൂ. ഇത് ഓറഞ്ച്. കണ്ടാലും പറയും ഓറഞ്ചാണ്. വയ്യേ ഓറഞ്ചിന്. ഇത് വേപ്പ്. ഈ വലിയ മരം ഇതിനകത്ത് ഒരുപാടുണ്ടല്ലോ. ഇതെന്താണ് ശോഷിച്ചു പോയാ? അത് കുറേ തയ്യൊക്കെ ഉണങ്ങിപ്പോയി. അയ്യോ, ഈ ഉപ്പ് കാരണമാണോ അമ്മ? ഞങ്ങൾക്ക് ഇപ്പുറ സൈഡ് തോടാണ്. ഈ ഉപ്പ് തോടാണ്. ഇവിടെയുള്ള എന്ത് സാധനം നട്ടാലും ഇവിടെ വളരില്ല. ഇവിടെ ഈ സുനാമി ഇവിടെ നല്ല മണ്ണായിരുന്നു അല്ല അമ്മ? നല്ല മണ്ണല്ലായിരുന്നു ഇവിടെ. സുനാമി കയറി കഴിഞ്ഞപ്പോഴല്ലേ പോയത്? സുനാമി കയറി കുറേ ചെടിയൊക്കെ പോയതാണ്. സുനാമി കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഓറഞ്ച് മരമാണ്. വലിയ ഓറഞ്ച് ഉണ്ടായിരുന്നു. കാരൊക്കെ പൂത്ത് കാരൊക്കെ ഉണ്ടായിരുന്നോ ഇവിടെ? എല്ലാ സാധനവും പോയി. സുനാമി വന്ന് പോയി. അതെന്താ? അത് മറ്റേ വെള്ളം ചൂടാക്കി കുളിക്കണം എല്ലാ സാധനമായിരിക്കും. അത് എൻ്റെ പേരെന്താ എൻ്റെ അടുത്ത് ചോദിക്കണം. അതിന് സാധാരണ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പേര് പുൽത്തൈൽ ഉണ്ടാക്കുന്ന സാധനമുണ്ട്. അതല്ലേ? അതിന് നല്ല മണം. വാസനപ്പുല്ലെന്ന് പറയും. ഇതിനൊരു മണം ഉണ്ടാവേ അല്ലേ? ഇതല്ലേ മണം? പുൽത്തൈൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന് ഇവിടെ നമ്മുടെ ഇവിടെ ഇത് കൈ മുറിയുവോ അമ്മ? നൈസായിട്ടല്ലേ? ഇതിനകത്ത് പാമ്പ്, പലതരം പാമ്പുകളൊക്കെ ഉണ്ടാവും. ഇതുവരെ ഒന്നിനും കണ്ടിട്ടില്ല. കാണും, മഞ്ഞച്ചേരയൊക്കെ കാണും. ഇതിൻ്റെ ഒരു ചെറിയ കണിക്കൊന്നുണ്ട്. അത് വന്നതേ എവിടെ? അതിന് അച്ഛോ അതിൻ്റെ ഇട്ടേ ഇരിക്കണ കണിക്കൊന്ന. ഞാൻ അത് താഴേക്ക് വെച്ചിട്ട് പിടിക്കാഞ്ഞിട്ട് ചെറിയ ബക്കറ്റ് വെച്ച് പിടിക്കും. അത് തന്നെ. വാ, പിന്നെ ഇഷ്ടംപോലെ ചെടി ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട്. അറേഞ്ച് ചെയ്യാത്ത കാരണം പറമ്പ് നിറച്ച് ചെടികളുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്യാത്ത കാരണം ഒരു അലമ്പിലിരിക്കണം ആണല്ലേ. ഇത് ഓർക്കിഡ്. എൻ്റെ കൂട്ടുകാരൻ വരച്ച ചെടിയില്ലേ അതിൻ്റെ ഒരു വെറൈറ്റി ആണ്. വിവേക് വരച്ചത് ഈ ചെടിയാണല്ലേ? ഈ ചെടികൾ തന്നെ 3 ഉണ്ട് ഇവിടെ. ഒരു ദേ നിൽക്കുന്നത് ഇത് പറഞ്ഞ. പിന്നെ അപ്പുറത്ത് വേറെ ചുവപ്പ് നിൽക്കുന്നത് തുളസിക്കുണ്ട്. കാടായി മണി പ്ലാന്റ്. ഇത് മണി പ്ലാന്റ്. ഇത് പട്ടത്തി. പിന്നെ ഈ ചെടിയില്ലേ ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെടിക്കടയിൽ ചെന്നപ്പോഴേക്കേ ഇതിപ്പോൾ കാട് പോലെ നിൽക്കണില്ലേ? ഇത്രയുണ്ട് ഇവിടെ. ഇത്രയും വേറെ സ്ഥലത്തൊക്കെ നിൽപ്പുണ്ട് ഉണ്ടല്ലേ?
ഇത് ചെടിക്കടയിലേ 2-3 തൈ ഇങ്ങനെ കണ്ടിച്ച് ചില്ല് കുപ്പിലിട്ട് വെച്ചേക്കെ 250 രൂപ. ഞാൻ 250 രൂപ. ഇത് റോസ് കേട്ടോ. ഇതിപ്പോൾ മറ്റേ മാടമ്പള്ളിയിലെ ചിത്ത രോഗിയാവും ഉടനെ തന്നെ. ഇതെല്ലാം മുല്ല കേട്ടോ. കാടൻ മുല്ലയാണ്. ഇവിടെ ഉണ്ട് റോസ് പിടിക്കാൻ. റോസ് പിടിക്കണം. റോസ് പിടിച്ച് വലിക്കും. ഇത് വെള്ള റോസാണ്. വെള്ള റോസ്, വെളുത്ത റോസ്. ഇത് വേപ്പുണ്ടല്ലേ. അത് ചെമ്പരുത്തി, ഇത് ഇല്ലി, ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്കറിയുള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനുള്ളിൽ വെക്കാൻ പറ്റിയ ചെടിയാണ്. എന്നിട്ട് ഇവനെന്താ പുറത്തിരിക്കണം? അത് നല്ല അടിപൊളി ചട്ടി വാങ്ങിക്കാൻ നമുക്ക് വെള്ളത്തിൽ വെക്കാം. നേരത്തെ നമ്മൾ അപ്പുറത്തെ കണ്ട സാധനം തന്നെ. അല്ല, അപ്പൊ ഇതിന് ചെറുതാണ് നമ്മുടെ ചെറുതില്ലല്ലേ? ഇത് മൊത്തം ഇത് വേറെ ടൈപ്പ് ഉണ്ട്. ചട്ടിയിലാക്കി നമുക്ക് വരടാത്ത നോക്കാം. ഇതല്ല മണിപ്പുറത്താകട്ടെ. ഇവിടെ ചെടി ഉണ്ടല്ലേ. മറ്റേ നമ്മളപ്പുറത്തെ കണ്ട ചെടി അതിന്റെ വയലറ്റ് ചുവപ്പ് കളർ, ബ്യൂട്ടി കളർ അല്ലേ? എന്താ ചെത്തിയല്ലേ ഇത്? വെറൈറ്റി ചെത്തിയല്ലേ ഇത്? ഭദ്രകാളി ചെത്തി എന്ന് പറയും. അതിനാ? അയ്യോ ബൊഗൈൻവില്ല പാടി. പിന്നെ ഇല്ലേ ഈ നിക്കണത്? പിന്നെ എന്താണ് അത്? റോസ്. ഇത് വൈറ്റ് ആണ്. വൈറ്റ് ആണോ അത്? ഇത് വേറെ വെറൈറ്റി മജന്ത. ഇത് അമ്മ കഷ്ടപ്പെട്ട് താമര കുളവാക്കുന്നുണ്ട് ഇവിടെ അല്ലേ അമ്മ? എന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഗപ്പിനെ മേടിച്ചിടാൻ. വേറെ എന്തെങ്കിലും? പിന്നെ ഇത് ഈ ചെടി ഇതില്ലേ, ഇത് വില കൂടിയ ചെടിയാണ്. ആണോ? 250 രൂപയാണ് കടയിൽ ഇപ്പം. 250 രൂപ 400 രൂപയൊക്കെ വരും ഈ ചെടി. ആണല്ലേ? അത്രയും വരുവാ? അത്രയും വിലയുള്ള ചെടി. അതിവിടെ 3-4 ടൈപ്പിൽ വരും. ഒരു കാവ നീക്കണം. ആണോ? പിന്നെന്ന് പറഞ്ഞാല് കാൽസ്യം സോറി. പിന്നെന്ന് പറഞ്ഞാല് ഇത് സീതയാണ്. ഇത് റംബുട്ടാൻ. റംബുട്ടാണത്? ഇതെന്ത് ചെടിയാണത്? പുളിയുടെ ഞാവല്. ഞാവലത്? ഇത് മറ്റേ അപ്പുറത്ത് കണ്ടില്ലേ? കണ്ടത് തന്നെ. 250. 450. ഇത് എന്റെ പേര് മറന്നു. പേര് മറന്നുപോയല്ലേ? പിന്നെ ഇതൊക്കെ നമുക്ക് നാടായിട്ട് മേടിച്ചിരിക്കുന്ന ചെടികൾ. തക്കാളിയും മുളകും കുരുമുളകും പഞ്ചായത്തിൽ നിന്ന് കഴിച്ചാൽ കിട്ടിയത്. അതെ. ഇനി ഇത് ഞാനേ കഴിഞ്ഞ ദിവസം മാവിൻ്റെ കൊമ്പ് ഒടിച്ചുകൊണ്ട് കുത്തിയതാണ്. അങ്ങനെ തന്നെ മാവിൻ്റെ കൊമ്പ് ഇതുപോലെ ഒടിച്ച് കുത്തിയത് പിടിച്ച് തലയിൽ കാണത് കണ്ട. അപ്പം മാവിൻ്റെ കൊമ്പ് ഒടിച്ചു കുത്തിയാൽ പിടിക്കും. ഇത് ഒടിച്ചു കുത്തിയതൊക്കെ ഉണങ്ങിപ്പോയതാണ്. ഉണങ്ങിപ്പോയി. ഇത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് വേണ്ട പച്ചപ്പള്ളിയൊക്കെ രക്ഷയില്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ആള് പറക്കണേ. അമ്മ ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെടി പറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യുമേ? കാണാണ്ട് അമ്മ ഇഷ്ടപ്പെട്ട ഒരു ചെടി ആരെങ്കിലും ഇവിടെ നിന്ന് കട്ടുകൊണ്ട് പോയി അമ്മ എന്ത് ചെയ്യും? ഇല്ലേ? അപ്പൊ ആർക്കും എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് പറിക്കാൻ എൻ്റെ അമ്മ അല്ലേ അമ്മേ? പക്ഷെ അങ്ങനെ പറയുന്നതൊക്കെ ഉള്ളു. കയ്യിരിപ്പ് ടീച്ചറാണ് കേട്ടോ. ഇതൊക്കെ അല്ലേ? ഇത് ഇവിടെ സൈഡിൽ വെച്ചാണല്ലേ? അത് രണ്ടും ഇങ്ങോട്ട് മാറ്റിയല്ലേ? ഇത് ഫുള്ള് അമ്മയുടെ കഠിനാധ്വാനം. എടാ ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ വീട്ടിൽ ഇത് ഉണക്കുക. ഉണക്കിയിട്ട് കവറിലാക്കിയിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ മറ്റേ ഓൺലൈൻ അങ്ങനെ ഇതിലൊക്കെ ഇടുകയാണെങ്കിൽ ആൾക്കാർ മേടിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഒരു കമ്പനി പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് ശംഖുപുഷ്പം എന്നാണ് ഞാൻ അറിഞ്ഞത്. ആസാമിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ ആസാം ടീ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് തേയില ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വെറൈറ്റിക്ക് വിൽക്കുന്ന സാധനമാണ് ഇത് ശംഖുപുഷ്പമൊക്കെ. നമ്മുടെ ഇവിടെ ചവിട്ടി തിരുമ്മിയൊക്കെ കളയും. കുറേ ഇടത്തൊക്കെ ഇത് വെള്ളത്തിലിട്ട് ചൂടാക്കി. ഞാൻ പിന്നെ മനസ്സിലാക്കി ഇത് വെള്ളത്തിലിട്ട് ചൂടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓരോ കളർ വരുമല്ലോ. പിന്നെ ഓറഞ്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓറഞ്ചും കൂടി കലക്കുന്നത് വേറെ വയലറ്റ് കളർ വരും. ആദ്യം ഒരു നീലായിരിക്കും, പിന്നെ വയലറ്റ് ആകും എന്നുള്ളത് അറിയാം. പക്ഷേ ഇതിന് ഭയങ്കര മാർക്കറ്റ് ഉണ്ട്. ഇത് മനസ്സിലായ ചിലയിടത്തൊക്കെ മറ്റേ കോക്ടെയിലൊക്കെ പോലെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ പാർട്ടിക്കൊക്കെ സ്ക്വാഷ് കൊടുക്കാറുണ്ട്. അതെ.
പക്ഷെ അത്രയും സാധനം നമ്മുടെ കയ്യിൽ വേണ്ടേ മേ അല്ലാണ്ട് കുറച്ച് 4 പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തലക്കിലടി വരി. പക്ഷെ ഇത് പെട്ടെന്ന് കളറാവാൻ വെച്ച് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറാവുകയെ. ഒരെണ്ണം ഒരു ഇത്തിരി വെള്ളത്തിൽ ഇട്ടിട്ടേ ഇത് ഈ ശംഖുപുഷ്പമില്ലേ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ടേ ഒരെണ്ണം ഇട്ടാൽ മതി. നല്ല കളർ വരും, നല്ല നീല കളർ വരും. ഈ പേരാണോ അമ്മ കിടക്കണം അതിൻ്റെ ഇടയിൽ? ഇത് പേരല്ലേ? അപ്പോൾ ആദ്യം കൊണ്ട് പേര് ഐഡി കൊണ്ട് വെച്ചെന്തിനാ? ആ അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശരി. ഇവൻ ഇവിടെ വെറൈറ്റി ചെടികളൊന്നുമില്ല. ഞാൻ പേരയുടെ മോളിൽ നിന്ന് ഒരു കമ്പ് അവിടെ വെച്ച് കട്ട് ചെയ്ത് ബഡ് ചെയ്ത് തരുന്നുണ്ടോ? ബഡ് ചെയ്ത് എടുത്തിട്ട് അതിനകത്ത് 2 കായ വന്നത്. അതിനകത്ത് 2 കായ ഉണ്ടല്ലോ, അതെന്ത് പറിച്ച് തിന്നാ? 2 കായ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. 2 കായ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ റോസ് ഇവിടെ ഈ ഞെട്ടിലെ കിടന്നിട്ട് 2 കായ കണ്ട. അല്ല എനിക്കറിയാം, ഞാൻ കണ്ടായിരുന്നു 2 എണ്ണം. 2 കണ്ടായിരുന്നു, പഴുത്ത് ഇത് കളറായി. അങ്ങനെ അത്ര കളറായി. കളറായപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിച്ചു. അടിപൊളി. ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഓരോ ചെടിയെടുത്ത് ഈ ചെടിയുടെ ഓരോ അടിയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ ഞാഞ്ഞൂനെ കിട്ടും അല്ലേ അമ്മ? ഇത്രയും നല്ല മണ്ണ. പിന്നെ ഇത് അമ്മ ഇത് കപ്പയല്ലേ അമ്മച്ചി? ഇത് വള്ളിക്കപ്പയല്ലേ അമ്മ? ഇത് എരിക്ക്. ഞാൻ മുലക് എരിക്ക, ഇതാ എരിക്ക് ചെടി. അറിയാം. ഇത് ആയുർവേദമാണ്. ഇത് മുട്ടുകാല് വേനക്കൊക്കെ കുഴമ്പൊക്കെ തേച്ച് മുട്ടിലിങ്ങനെ വെച്ച് കെട്ടി വെക്കും. ശരിയെന്നാ അതിനെപ്പറ്റി ഇതെന്ത് സാധനം? എൻ്റെ പൊന്നോ, എൻ്റെ ഈ വീട്ടിൽ ഞാനില്ലാത്ത എന്തൊക്കെ സാധനമുള്ള എന്താ ഇതൊരു സാധനം. ഇതെന്ന് പറഞ്ഞാൽ സീത പണ്ട് ഒരു ചെത്തില ചുട്ടി ഇതെന്ന് പറയില്ലേ, അശോകമരത്തിലിരുന്നെന്ന് പറയില്ലേ, അത് ഒറിജിനൽ അശോക ചെത്തിയതാ. ക്യാമറ ചെറുതായിട്ട് മാറി ക്യാമറ ചാർജ് തീർന്നു. ഇത് കണ്ട, ഇത് നോക്കിയേ അമ്മച്ചാ, ഇത് പറയൂ. പച്ചമുളകല്ലേ ഇത്? വയലറ്റ് മുളകല്ലേ? സോറി, മൈ മിസ്റ്റേക്ക്. കൊള്ളാല്ലേ ഈ സാധനം? ഇനി എരി പോകില്ലാണ് അമ്മ? അമ്മ ഞാനേ ആസാമിൽ നിന്ന് കുറച്ച് മറ്റേ ഉണക്ക അത് ഇട്ട് നോക്കാമേ. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്യവർക്കൊക്കെ അത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് മൂട്ടി തീ പിടിപ്പിച്ചുവിടാം. ഈ വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല, പച്ചമരുന്നെന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മുടെ രാമായണത്തിലുള്ള സാധനങ്ങൾ. ഭൂമിയിലുള്ളല്ലേ? രാമായണത്തിലുള്ള കൊണ്ടുവരികയല്ലേ, മരുത്തമല്ല, അമ്മ മലയെന്ന് കൊണ്ടുവരിക. അതിന്റെ പേരാണ് ബുദ്ധസഞ്ജീവനി. ആയിക്കോട്ടെ, അതാണിത്. ഉള്ളതാണോ? ഈ നാട്ടുകാരെന്നെ തെറി പറയുവാ. നീയൊക്കെ വല്ല കള്ളത്തിനൊക്കെയാടാ കാണിക്കണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അമ്മയാണെന്ന് പറഞ്ഞോളാം. എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. ആടുവരിലോട്ടാണെന്ന് മനസ്സിലായി. അതൊരു കാട് പോലെ ഇല്ലായിരുന്നു ഇവിടെ കണ്ടൊക്കെ? അതെവിടെയാ വെച്ചിട്ടുണ്ടായത്? കാട് പോലെ. ഇത് കയ്പ. ഇത് നമുക്ക് കറി വെക്കാം. ഓക്കെ, ഈ സാധനം നമ്മളിവിടെ കറി വെക്കും, ചെമ്മീനിട്ടൊക്കെ വെക്കുമായിരുന്നു. ഈ നിൽക്കണം പുലി കാന്താരിക്കണമൊക്കെ. അമ്മ ഇത് കിള്ളി ചെയ്തിട്ട് അമ്മേ ഇതേ ഇവിടെ. ഇത് ഞങ്ങൾ ചെറുപ്പം. ഇത് എത്ര വർഷം ഇപ്പോൾ ഈ പുളിമരത്തിന് എത്ര വർഷം അമ്മ? നല്ല പ്രായമില്ല. ഈ മരത്തിൻ്റെ മേളിൽ ഞങ്ങൾ നേരത്തെ സാന്നിപ്പാത്ത് കളിച്ച് രാത്രി 7 മണിക്ക് ഇതിൻ്റെ മേളിൽ കയറി ഇരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം. കല്യാണം കഴിഞ്ഞപ്പോഴേ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇനി ഏറ്റവും പേരിലൊക്കെ കയറി ഇരിക്കും. ഞാനൊക്കെ അത്രയും കുരുത്തക്കട്ട ഇതല്ലേ കല്യാണത്തിന് പറഞ്ഞു. സോറി, കല്യാണം കഴിഞ്ഞപ്പോഴേ പാചകത്തിന് പുളി ഇങ്ങനെ പിഴിഞ്ഞ് കളയും. അതെ, അതിന്റെ വിത്ത് കണ്ടു. ഇതല്ലേ ഇത് എന്താന്ന് പറയാ ഇതിനകത്ത് അതിഥി കൂട് വെച്ചിട്ടുണ്ട്. അതിഥി ഉണ്ടോ? അതിഥിനെ വിളിച്ച് കുത്തു മേടിക്കണ്ട വിട്ടേക്ക്. കിളിയാണ്. കിളിയാണ്? കിളിക്കൂടാ മുട്ടയുണ്ട്. മുട്ടയിക്കണം. അന്നേ വീട് 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 എന്നിട്ടാണ് പാചി കിടന്ന് തൂങ്ങണത്. ഇതെന്ത് സാധനം? അമ്മ ഇത്രയും ചെടി കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇതിന് മാത്രം എന്ത് പ്രത്യേകത? അവക്കാട്. അത് ശരി, ഇത് അവക്കാടാണ്. ഇത് അവക്കാട് വേണം. അവക്കാടാ എന്നാ വാ. ഇത് വരാവുന്ന ഇതാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒച്ചണക്കുന്നത് മുട്ടയുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ. നമ്മുടെ അവിടുത്തെ മണിപ്ലാന്റില്ലേ, അതിനകത്തൊരു കൂടം. വാഴയിലൊരു കൂടുന്ന രാവിലെ വന്ന് തൂങ്ങിക്കിടന്നുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുന്നുണ്ടാക്കാം. ഉടനെ ഉണ്ടാക്കി എടുക്കുമായിരിക്കും ടീമെല്ലാം കൂടി. ഇത് നീലയല്ലേ അമ്മേ? നീല പപ്പയല്ലേ അമ്മേ?
വാഴ ഇവിടെ കുറേ ഉണ്ട്, പക്ഷേ ഇതിന് ഇതുവരെയും കൊലച്ച് വന്നിട്ടില്ല. എന്താണെന്നറിയില്ല. വെട്ടിയതാ ചെറുതല്ലേ പൊടിക്കാച്ചി, അല്ലാണ്ട് വല്ല മൂത്ത് ഇതല്ല. ഇത് കുടമ്പ് ഇല്ലാത്തൊരു സാധനം ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ആപ്പിൾ ഓറഞ്ച് ആപ്പിൾ അല്ലേ, സ്ട്രോബെറി പിടിപ്പിക്കാമേ നമുക്ക്. അമ്മ കുറച്ചും പറഞ്ഞില്ലേ മറ്റേ അമ്മ കുറച്ചും ഇല്ലേ, അമ്മ കുറച്ചും പറഞ്ഞില്ലേ മറ്റേ മുടിക്കിടാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സ്ട്രോബെറി അല്ലേ. ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതാണ് ഇഷ്ടം പോലെ ഉണ്ടായതാണ്, പക്ഷെ അത് പോകും. ഇത് മുറി കൂട്ടി എന്ന് പറയും. ഇത് ഭയങ്കര വലിയാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ചെമ്പിന്റെ പേര് ചീരച്ചേമ്പെന്ന, ചെറിയ ഇല മൊത്തം കാലിട്ട ചെരിപ്പോക്കി അമ്മയുടെ പിന്നോട്ടെ. ഇത് ചീരച്ചേമ്പ്. ഇത് കണ്ടല്ലോ, വെറുതെ അരിഞ്ഞു കറി വെക്കാം, ചീര കറിയുമ്പോൾ. ഞങ്ങളുടെ കോഴിക്കോടൊക്കെ പോയി ഇത് കറി വെക്കണേ. തിളച്ച വെള്ളത്തിൽ ഇത് ഇടണം. കൂമ്പലെടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം കളഞ്ഞിട്ട് ഇവിടെ മൊത്തവും സകല സാധനവും ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ആ കാണാം, അത് ചീരയാണ് അമ്മച്ചി. ആണ് ഇത് ഇതില് വെള്ളം, ഇത് മറ്റേ മഴവെള്ള സംഭരണിയായിരുന്നത്. ഇത് ഇതിനകത്തല്ലേ, ഇതിനകത്ത് ഞങ്ങൾ ഇറങ്ങി ഇത് കുളിച്ചിട്ടില്ല. ഇത് ഇത്രയും വെള്ളത്തിൽ ഇത് കഴുകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ഇത് ഇത്രയും വെള്ളം നമ്മൾ കഴുകാൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റൂളൊക്കെ വെച്ചിട്ട്. ഇപ്പം ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ പരിസരവും വീടിൻ്റെ ഉള്ളിലുള്ള സ്ഥലം. പിന്നെ എനിക്ക് പുറത്ത് ചെടികളെ പറ്റി കൂടുതൽ സംസാരിച്ച് പറയാനായിട്ട് എനിക്കറിയാൻ പാടില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്ട്രീമർ. ഞാൻ കട്ടിട്ട് പിടിച്ചോടേക്ക് ഇതായിരുന്നു എനിക്കൊന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ വെറ്റിൽ ഇനി എന്താ ആണോ അതുകൂടി കാണിക്കാൻ. തന്നെ ഇവിടെ വെറ്റിലുണ്ട് എന്ന് പറഞ്ഞ് മെയിനായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്, കാണിച്ചത്. ഇത് കണ്ടൽമരം. ഞങ്ങളിവിടെ കണ്ടൽമരം ഉണ്ട്. ഇവിടെ നേരത്തെ ഒരു ഉദളമരം അങ്ങോട്ടേക്ക് വരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കയറി ഉദളത്തിൽ കൂടി കയറി അപ്പുറത്താട്ടൊക്കെ പോകുന്നു. ചെറുപ്പത്തിലെ ഓരോ കൃമി. ഇവിടെ കണ്ടലി. അയ്യോ ഇവിടെ പോച്ചാണ്ടി കിടക്കാം. നോക്കി എവിടെ അശു ഇത് കുഞ്ഞു വെറ്റില്ല കേട്ടതേ. ഈ വെറ്റിലേ, ഈ വെറ്റില നമ്മുടെ ഈ പുറകിൽ പിടിച്ചിരുന്ന വെച്ചല്ലേ ഇല്ലേ, കാട് പോലെ പിടിച്ചിരുന്ന വെച്ച്. അത് ഇവിടെ പിടിച്ചിരുന്ന വെച്ചത്. ആ അതേപോലെ അല്ലേ ഇതിന്റെ മേളില്ലേ, ഇത് അമ്പഴമരമാണേ, അമ്പഴങ്ങ. ഇത് അമ്പഴങ്ങ. ഈ അമ്പഴങ്ങയുടെ മേളിലേക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് ഏതാ പാഷൻ ഫ്രൂട്ട് അല്ലേ, പാഷൻ ഫ്രൂട്ട് പിടിച്ച് അതിന്റെ മേളിൽ മൊത്തം പാഷൻ ഫ്രൂട്ടായിരുന്നു. അവിടെ നിന്ന് ആ കണ്ടലാട്ടൊക്കെ ഇറങ്ങി ഇവിടെ എല്ലാ ദിവസം വീണ് അണ്ണാനൊക്കെ ഇവിടെ പെരുകണ എഴുതുന്നുണ്ട്. ആ വേറെ സാധനം ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. എനിക്കൊരു സെക്കൻഡ് ചെയ്യാ. ഇത് മുന്തിരിയാണത്. ഭയങ്കര മുന്തിരിയപ്പോലെ അതുപോലെ അന്ന് പിടിച്ച പോലെ തന്നെ പിടിച്ചത് കയറി. അമ്മ അതവിടെ ഉണങ്ങിയിട്ടുണ്ടമ്മ. ആണല്ലേ, ഈ സാധനം അങ്ങോട്ട് അവിടം വരെ വന്നിട്ട് അവിടെ നിന്നുപോയി നിലച്ചു. അവിടെ നിന്ന് ആ സാധനം ഇപ്പൊ അവിടം വരെ നിന്നിട്ട് അവിടെ ഉണങ്ങി. ഇപ്പൊ കുറച്ച് അവിടുത്തെ കൂമൊത്തം കരിഞ്ഞിരിക്കണേ മേളില്. വെറുതെ ഇത് ഇവിടെ നമ്മുടെ ഈ ബോഗൻവില്ല മറ്റേ പിങ്ക് കളറല്ലേ. ഇവിടെ ബോഗൻവില്ല ഇത് വന്ന് വലുതായി പൂത്ത് കിടക്കണം. എന്ത് രസമല്ലേ. ഇത് കിട്ടില്ല സാധനം. എൻ്റെ അമ്മോ വിഷയമാണ് ഇവിടെ. ഇതൊന്നും അതേ തണല. നമുക്ക് ഈ അടി ക്ലീൻ ചെയ്തിട്ട് ഇവിടെ എനിക്ക് ഇരിക്കാൻ സെറ്റ് ചെയ്താലേ. പുഴുവുണ്ടോ അമ്മ? വെട്ടി വെക്കണല്ലേ. ഇതിന് ഭയങ്കര വെയിറ്റ് ആയി ഈ സാധനം. ഇതിപ്പോ കണ്ടു 2017 കണ്ടല്ലേ ഇത് വളർത്താൻ തുടങ്ങിയത്. 10 വർഷത്തിന് മേലല്ലേ, 9 വർഷമായില്ലേ, 9-8 വർഷമായില്ലേ വിരുന്നിന്. അപ്പൊ 2016 17 18 അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ
ഇതൊക്കെയാണ് ഇനി ഞാൻ വേറെ സാധനം ഫ്രണ്ടി വാ ഫ്രണ്ടിൽ ഒരു സാധനം ഉണ്ടമ്മ ചെരുപ്പിടട്ടെ ഈ 2 ചെരുപ്പ് എൻ്റെ ആണ് കേട്ടോ ഇത് അമ്മയുടെ അല്ല ഞാനും ഇടാറുണ്ട് ബാക്കി പറഞ്ഞല്ല ഇതൊക്കെ നീ വിചാരിക്കും ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഓരോരോ എന്താണ് ഇത് വളം ഉണ്ടാക്കി വെച്ചു തുറക്കണ്ട ദൈവമേ മഴവെള്ളം സന്തോഷമില്ല ഇതാ അതിനകത്ത് പെരും ഇതെന്ത് ചെടിയാ അമ്മ ഇതാണ് അതേപോലത്തെ പൂവുണ്ടാണ് ഇത് ആണല്ലേ ഇതൊരു കായ ഇത് ചെമ്മീനിട്ട് വെക്കണം നല്ല ടേസ്റ്റ് വാളരക്ക അല്ലേ വാളരക്ക അല്ലേ വാളരക്ക അല്ല അതിന്റെ വേറെ വെറൈറ്റി ആണ് കുറ്റിയമര ഇത് അധികം പടരുകയാണ് അത്രയും നിൽക്കുള്ളൂ അല്ലേ ഇത് ചെമ്മീനിട്ട് വെക്കണം അയ്യോ എന്ത് ടേസ്റ്റ് അറിയോ കില്ലാണ് വെറുതെ വെച്ച് കഴിക്കാൻ തേങ്ങ ഇട്ട് വെക്കണം നൈസാണത് അല്ലേ ഇങ്ങോട്ടുണ്ടല്ലേ ഇതാണ് സാധനം ഇത്ര ഉണ്ടോ ഇത് കീടില്ലെന്ന് പറഞ്ഞാൽ എട്ടങ്ങേറെ സാധനം ഇത് അയ്യോ മപ്പ് കൊള്ളാം അപ്പം ഇത് ഇനി മഞ്ഞുള്ളപ്പ പൂത്ത് തന്നെയാണ് ഇവിടെ നേരത്തെ കുറേ ഇതുണ്ടായിരുന്നു ഇവിടെ തക്കാളി ഉണ്ടായിരുന്നു കുറച്ച് എന്താണ് വഴുതന ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മാന്തി കീരിയാ കപ്പ മാന്തിയാ പൊട്ടിച്ച അച്ചോ ഇത് പേര് ഇത് പുളിയല്ലേ ഇത് അതിന്റെ പേരെന്താ മറ്റേ കുടം മറ്റേ പ്രഷറാ ചെമ്പുളിയാ ചെമ്പുളിയാണ് ഇത് പിന്നെ അവിടെ ഒരു പുളിമരമുണ്ട് ഇവിടെ നേരത്തെ മറ്റേ ഇത് കോവലാണ് കോവലില്ല കോവൽ അന്യ ഇടുന്നുണ്ട ഇനി കോവല് എന്താ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആദ്യമേ കുറേ ചെടിയൊക്കെ കുറേ അല്ല അമ്മ ചെടിയല്ല അമ്മ കുറേ എന്ത് ചെയ്യുന്നറിയോ കുറേ നമ്മൾ തക്കാളി വഴുതന വെണ്ടക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അമ്മ നട്ട് വലുതാക്കി അത് പാകി പിന്നെ ഇട്ട് വഴുതനല്ലേ ഇത്ര കുറേ സാധനം ഉണ്ടായിരുന്നു ഇവിടെ കുറേ സാധനം എന്നിട്ട് അന്ന് ഞങ്ങളുടെ മെയിനായിട്ട് വളർത്തിക്കൊണ്ടെന്ന് ചീരയായിരുന്നു ഒരു സെറ്റ് ചീര ഇങ്ങനെ ഇട്ട് ഇവിടെ വളർത്തി പായി പിന്നെ അതിൻ്റെ ഇതിരുത്തിട്ട് ഉരുവെടുത്ത് പിന്നെയും ബാക്കി അങ്ങനെയാണ് ഇപ്പം എത്ര വർഷമാണ് അങ്ങനെയാണത് കൊറോണ പോലെ അങ്ങനെയല്ലാണ് അത്ര 2020-2020 കൊറോണ 2026 ഈ വർഷം ചെയ്തിട്ടില്ല ഈ വർഷം ചെയ്താ ഇല്ലല്ലോ ചീരിട്ടില്ലല്ലോ കേട്ടോ എടുത്താ ഈ വർഷം 6 വർഷമായിട്ട് അങ്ങനെ തന്നെ നിൽക്കണം അതുകൊണ്ട് അമ്മയായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വിക്കേരിക്കും മുടൈ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് വലിയച്ഛനൊക്കെ കൊണ്ടുപോയി അങ്ങനെ പിന്നെ ചീര വളർത്താനായിട്ട് ഇവിടെ നിന്ന് വിത്ത് മേടിച്ചുകൊണ്ട് പോയിരുന്നു പിന്നെ ചേച്ചിയമ്മ കൊണ്ടുപോയിരുന്നു ചേച്ചിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയേട്ടാ കൊണ്ടുവരുന്നു അവർ കൊണ്ട് ഇപ്പോൾ അവരവിടെ കൃഷി വലിയച്ഛനൊക്കെ അവിടെ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് മൊത്തം പാകി വെതറിട്ടാണ് അവരാ പറമ്പിൽ അയ്യോ തണുപ്പിട്ടാണ് അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ വീടും പരിസരമായിട്ടൊന്ന് കാണിച്ചത് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ വീട്ടിൽ മറ്റേ വലിയ കാർ മറ്റേ ബൈക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയത് എൻ്റെ വീട്ടിലെ ചെടിയും പിന്നെ ഇവിടെ ഭയങ്കര സമാധാനമായിട്ടുള്ള സ്ഥലം ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം ഇവിടെ ഒരു വെയിലൊക്കെ തറക്കിട്ട് അവിടെ ഒരു കസേരയൊക്കെ വിട്ട് ഇല്ല ഇവിടെ അല്ല ഇതാ ഗ്യാപ്പിലല്ലേ ഞാൻ കുറച്ച് മുമ്പ് പോയി നിന്ന സ്ഥലല്ലേ അവിടെ പോയി ഒരു കസേര ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പടിഞ്ഞിറന്ന് കാറ്റ് വരും അപ്പുറത്ത് പടിഞ്ഞിറ കായല അവിടെ നിന്ന് കാറ്റ് കൊണ്ടിടിച്ച് അങ്ങനെ ഇരിക്കുക ഒരു പരിപാടിയും വേണ്ട ഇവിടെ ഇങ്ങനെ സ്വസ്ഥം സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം അപ്പോൾ എൻ്റെ ഇതിപ്പോൾ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഈ ഒരു സാധനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ കേട്ടോ അമ്മ പറഞ്ഞു നിർത്താം നമുക്ക് അപ്പം പോയതിൻ്റെ സങ്കടത്തിൽ കിടന്നിട്ട് അങ്ങോട്ട് നട്ടം തിരിഞ്ഞു അല്ലേ അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഇത്ര ഉണ്ടായിരുന്നു അല്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെ നീ പറഞ്ഞിട്ടൊന്നും ശരിയാകണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അമ്മേനെ കൊണ്ട് ഉറപ്പിക്കുന്നത് അമ്മ പറയുമ്പോൾ എങ്ങനെ ശരിയായാല അല്ലേ ശരിയായ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ അതെ സബ്സ്ക്രൈബ് ചെയ്യാം
ചാനൽ വീഡിയോ ഇട്ട് വരുന്നവർ